നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴോട്ടുകോണം വാർഡിലെ BJP കൗൺസിലർ സുഗതന്റെ അറസ്റ്റ്. ഈ വിഷയത്തിൽ പ്രതികരിച്ച് തിരുവനന്തപുരം മേയർ വി രാജേഷ് കാപ്പ കേസ് പ്രതിയാണെന്ന് പോലീസ് ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നും വെടിവെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് എന്തിനാണെന്നും മേയറുടെ ചോദ്യം. വെടിവെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൗൺസിലറെ പിടികൂടേണ്ട സാഹചര്യം തലസ്ഥാനത്തില്ലായിരുന്നുവെന്നും മേയർ വ്യക്തമാക്കി. പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മേയർ ആരോപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വെടിവെച്ച് പിടികൂടേണ്ട ആവശ്യം എന്തായിരുന്നു, ആകാശത്തേക്ക് വെടിവെക്കേണ്ട തരത്തിലുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ടുന്ന ആവശ്യകത ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് മേയർ ഉന്നയിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സുഗതനെ പിടികൂടിയത്. പ്രാണരക്ഷാർത്ഥമാണ് ഇത്തരത്തിൽ ആകാശത്തേക്ക് വെടിവെച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ മേയർ ചോദിക്കുന്നത് എന്തിനിങ്ങനെ വെടിവെച്ച് അറസ്റ്റ് ചെയ്തു എന്നാണ്. വട്ടിയൂർക്കാവ് CI വിപിൻ, SI അഭിജിത്ത് എന്നിവർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നുവെന്നും മേയറുടെ ആരോപണം. വിപിന് ക്രിമിനൽ മാനസികാവസ്ഥയാണെന്നും നിർബന്ധിത അവധിയിൽ പോയ വിപിന്റെ അവധി ക്യാൻസൽ ചെയ്യിച്ചത് മുൻ MLA ആണെന്നും മേയർ ആരോപിച്ചു. മറ്റു പരിപാടികൾ ക്യാൻസൽ ചെയ്ത് തിരുവനന്തപുരത്തേക്ക് ഉടൻ പോകുമെന്നും കുടുംബത്തെ കാണുമെന്നും വി രാജേഷ് വ്യക്തമാക്കി. രാഷ്ട്രീയമായും നിയമപരമായും സുഗതന് പിന്തുണ നൽകും. പോലീസ് നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മേയർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നാടകീയ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഉണ്ടായത്. പിടികൂടാനെത്തിയപ്പോൾ അനുയായികൾ പോലീസിനെ വളഞ്ഞു. തുടർന്ന് ആകാശത്തേക്ക് വെടി ഉതിർത്താണ് പോലീസ് സുഗതനെ അറസ്റ്റ് ചെയ്തത്. സുഗതനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും മേയറുടെ ആരോപണം പോലീസ് മനഃപൂർവ്വം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ്. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇത്തരത്തിലുള്ള ഒരു നാടകീയത ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന ചോദ്യം മേയർ ഉന്നയിക്കുമ്പോൾ ഇതിനെന്ത് മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്ന ചോദ്യവും ബാക്കിയാവുന്നു. അറസ്റ്റിലായ സുഗതന് പൂർണ്ണമായ നിയമപരവും രാഷ്ട്രീയവുമായ പിന്തുണ നൽകുമെന്ന് മേയർ വ്യക്തമാക്കി. എന്തായാലും സുഗതന്റെ പേരിലുള്ള ആരോപണങ്ങൾ അത് കാപ്പ ചുമത്തിയ പ്രതിയാണ്, വധഭീഷണി അല്ലെങ്കിൽ വധശ്രമം നടത്തിയ പ്രതിയാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രതിയെ സംരക്ഷിക്കാനാണോ മേയറുടെ നീക്കം എന്ന ചോദ്യവും നിലവിൽ ശക്തമാകുന്നുണ്ട്. കാപ്പ ചുമത്തപ്പെട്ട സുഗതനെ വധശ്രമ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെയാണ് അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയത്. ഇതിന് പിന്നാലെയാണ് സുഗതൻ അടക്കമുള്ളവർ പോലീസിനെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായത്. അതിനും കേസ് ചുമത്തിയിരിക്കുകയാണ്. ഇതിനിടെ പോലീസിനെതിരെ ആരോപണങ്ങളുമായി സുഗതന്റെ ഭാര്യ അശ്വതി രംഗത്തെത്തി. സുഗതനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വീട്ടിലെത്തിയപ്പോൾ തന്നെ മർദ്ദിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ സുഗതന്റെ ഭാര്യ ഉന്നയിക്കുകയുണ്ടായി. സുഗതൻ ഒളിവിലായിരുന്നില്ലെന്നും ചിക്കൻ പോക്സ് ചികിത്സയിലായിരുന്നുവെന്നുമാണ് അശ്വതി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് പോലീസ് വീട്ടിലെത്തിയത്. ഒരു വനിതാ പോലീസ് പോലും കൂടെ ഉണ്ടായിരുന്നില്ല. കൂടാതെ പോലീസ് തന്നെ മുഖത്തടിക്കുകയും നടുവിൽ ചവിട്ടുകയും ചെയ്തു. താലിമാല പൊട്ടിച്ചെടുത്തു. കുട്ടികളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ വെടിവെച്ചു. 8 വയസ്സുള്ള കുഞ്ഞ് കരഞ്ഞപ്പോൾ കുഞ്ഞിനെ പിടിച്ച് തള്ളി. ജനപ്രതിനിധി എന്ന ബഹുമാനം കൊടുക്കാതെയാണ് സുഗതനെ പിടിച്ചുകൊണ്ടുപോയതെന്നും അശ്വതി ആരോപിച്ചിരിക്കുകയാണ്. സുഗതന്റെ അനുയായികൾ പോലീസിനെ ആക്രമിച്ചില്ലേ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അത് പോലീസ് പറയുന്നതാണ് എന്നായിരുന്നു ഇവരുടെ മറുപടി. യാന്ത്രികമായ മറുപടികളാണ്. അതായത് ഈ കാര്യത്തിൽ ഇപ്പോൾ പോലീസ് പറയുന്നു പ്രാണരക്ഷാർത്ഥം വെടിവെച്ചതാണ്, അല്ലെങ്കിൽ ആകാശത്തേക്ക് വെടിവെച്ച എപ്പോഴൊക്കെ വെടിവെക്കണം, വെടി ഉതിർക്കണം എന്ന നിർദ്ദേശം പോലീസിനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ അവർക്ക് വെടി ഉതിർക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് അത്തരത്തിൽ പോലീസുകാരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. ഒരു പോലീസുകാരൻ അദ്ദേഹം ചികിത്സ തേടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുറിവൊക്കെ നമ്മൾ കണ്ടതാണ്. മുറിവ് കെട്ടി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലീസിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് സുഗതന്റെ ഭാര്യ ചോദിക്കുന്നത് അത് പോലീസ് പറയുന്നതാണ്, അത് അത്തരത്തിൽ ആക്രമണം ഉണ്ടായി, സുഗതന്റെ അനുയായികൾ പോലീസിനെ ആക്രമിച്ചു, അത് പോലീസ് പറയുന്നതല്ലേ എന്ന ചോദ്യം ഉയരുന്നത്. എന്തായാലും കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മേയർ എന്തായാലും സുഗതന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു കളക്ടറുടെ ഉത്തരവാണ് സുഗതനെ അറസ്റ്റ് ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും സുഗതന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയായിരുന്നു അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയത്. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കളക്ടർ നേരത്തെ ഉത്തരവിട്ടിരുന്നു. പിടികൂടാനെത്തിയ പോലീസിനെ സുഗതന്റെ അനുയായികൾ വളയുകയായിരുന്നു. പിന്നാലെ SHO ആകാശത്തേക്ക് വെടിയുതിർക്കുകയായിരുന്നു. സുഗതന്റെ അനുയായികളുടെ ആക്രമണത്തിൽ വട്ടിയൂർക്കാവ് CI വിപിൻ, SI അഭിജിത്ത് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ സുഗതനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാളെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് സുഗതൻ. ആ വ്യക്തിയാണ് കൗൺസിലർ ആയതെന്നതും ഏറെ ഗൗരവകരമാണ്. ഹൈക്കോടതി സുഗതന് മുൻകൂർ ജാമ്യം നിഷേധിച്ചു. നോക്കൂ, ഹൈക്കോടതിയാണ് നിഷേധിച്ചത്. അപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സുഗതനെതിരാണ്. അപ്പോഴും മേയർ സുഗതന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് രാഷ്ട്രീയപരമായി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഹൈക്കോടതി സുഗതന് മുൻകൂർ
ജാമ്യം നിഷേധിക്കുകയും 7-ാം തീയതിക്ക് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സുഗതൻ ഹാജരായില്ല. പിന്നാലെയാണ് കൗൺസിലർ വാഴോട്ടുകോണത്ത് എത്തിയെന്ന് പോലീസിന് രഹസ്യ വിവരം കിട്ടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വട്ടിയൂർക്കാവ് SHOയും സംഘവും സുഗതനെ പിടിക്കാനായി എത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ അനുയായികൾ പോലീസിനെ വളഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പ്രതിയെ പിടിക്കുന്നതിനിടെ പോലീസുകാർക്ക് രക്ഷപ്പെടാനായി സർവീസ് റിവോൾവർ ഉപയോഗിച്ച് ആകാശത്തേക്ക് വെടിവെച്ചതിന് ശേഷമാണ് കൗൺസിലറെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത ശേഷം സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നാലെയാണ് ഈ കൊണ്ടുപോകുന്ന പോലീസ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു സുഗതൻ. അതായത് തനിക്ക് അസുഖമുണ്ട്, തനിക്ക് ചിക്കൻ ബോക്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരാമെന്ന് താൻ പറഞ്ഞതാണ്. പക്ഷേ അതിന് പോലും സാവകാശം തന്നില്ല എന്നതടക്കമുള്ള ആരോപണം സുഗതൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം സുഗതൻ്റെ ഭാഗത്തുനിന്നും ഈ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും നാടകീയ സംഭവങ്ങൾ, അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് തലസ്ഥാനത്ത്. ഇനി എന്താകും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോകുന്നത് ഒരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. മുൻപ് റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന സുഗതന്റെ കൗൺസിലർ സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. ഒരാളെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ സുഗതന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു. പക്ഷേ ആ വ്യക്തി തന്നെ സ്ഥാനാർത്ഥിയാവുകയും ജയിക്കുകയും ഇപ്പോൾ കൗൺസിലർ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. പിന്നാലെ ഉത്തരവ്, അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവൊക്കെ നിൽക്കവേ എങ്ങനെയാണ് വ്യക്തിക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതെന്ന ചോദ്യമൊക്കെ നിലവിൽ ഉയരുന്നുണ്ട്. കോടതി ഉത്തരവ് ലംഘിച്ച് ഒളിവിലായിരുന്നു കൗൺസിലർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സുഗതൻ ആരോപിക്കുന്നത് താൻ ചിക്കൻ ബോക്സ് ബാധിതനാണ്. പോലീസിനോട് കോടതിയിൽ ഹാജരാകാൻ 2 ദിവസത്തെ സമയം ചോദിച്ചു. പക്ഷേ പോലീസ് അനുവദിച്ചില്ല. അറസ്റ്റിനെ എതിർത്ത് തന്റെ ഭാര്യയും മകനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നതടക്കമുള്ള ആരോപണം സുഗതന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ആത്മരക്ഷാർത്ഥമാണ് വെടിയുതിർത്തത് പോലീസിന്റെ വാദം. എന്തായാലും പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതില്ലായിരുന്നുവെന്ന് മേയറുടെ വാദം. ഇനി എന്താകും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയിൽ സംഭവിച്ച ആ സംഭവത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. അത് പോലും വകവയ്ക്കാതെയാണ് ഈ പോലീസ് സംഘം താൻ ഇത്തരത്തിൽ ഐസൊലേഷനിൽ കഴിഞ്ഞിരുന്ന വീട്ടിൽ അതിക്രമിച്ച് കയറി തന്നെ അറസ്റ്റ് ചെയ്തത്. അതുമല്ല, തനിക്ക് നേരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ അത് യഥാർത്ഥത്തിലുള്ള പ്രശ്നമല്ല. താൻ അന്ന് സംഘർഷമുണ്ടാക്കിയപ്പോൾ ഈ സംഘർഷമുണ്ടാക്കിയവരെ മറ്റ്, അതായത് ഉണ്ട് എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. ഈ വിവിധ കേസുകളുമായി മെഡിക്കൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വൈദ്യുതി പരിശോധനയ്ക്കായി സുഗതനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പേരൂർക്കര ആശുപത്രിയിലേക്ക് എത്തിച്ച് വൈദ്യുതി പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയും ഇതുപോലെ പ്രതിഷേധത്തിനുള്ള സാഹചര്യം, ഇതിൻ്റെ അനുയായികൾ വന്ന് ഇടപെടാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്ര വലിയ സുരക്ഷാ സംവിധാനം നയിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ അകത്തും പുറത്തും നിറയെ വാഹനങ്ങളാണ് എന്ന് പറയുന്നവരും അത്തരത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. നമ്മുടെ നിൽക്കുന്ന 3 പേര് എസ്എച്ച്ഒമാരാണ്. സമീപത്തെ സ്റ്റേഷനുകളിലുള്ള എസ്എച്ച്ഒമാരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഫ്രണ്ട് റൈറ്റ് ഡോറിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ കണ്ടാണ്ട് BJP